ഇപ്പൊ സിനിമയിൽ എത്തിയല്ലോ. അപ്പൊ ഈ സിനിമയിൽ അവസരം തേടി നടക്കുന്ന ആളുകളോടൊക്കെ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഇവരെയൊക്കെ കാസ്റ്റിംഗിലേക്കൊക്കെ കൊണ്ടുവന്നത്? ഞങ്ങൾ ഒരു ഓഡീഷൻ നടത്തിയിരുന്നു കോഴിക്കോട് വെച്ച്. ഒരു ഓഡീഷൻ, ഇങ്ങനെ ഒരു സിനിമ അല്ലമാന പ്രൊഡക്ഷൻ്റെ ബാനറിൽ നജീബ് അല്ലമാൻ സാർ നിർമ്മിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ട് ഒരു ഓഡീഷൻ. അപ്പം അങ്ങനെ ആ ഒരു കാസ്റ്റിങ്ങുകൾ കണ്ട് ഏകദേശം ഒരു 3000-ഓളം ആൾക്കാർ തന്നെ എത്തി എന്നുള്ളതാണ്. ആൾക്കാർ വന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ നെട്ടിപ്പോയി. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല. പക്ഷേ ഞങ്ങൾ വളരെ ജെന്യൂനായിട്ടാണ് ആ വിഷയത്തെ കണ്ടത്. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ നിങ്ങൾ ആപ്റ്റാണെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നുള്ളതാണ്. ഞങ്ങൾ അവർക്ക് കൊടുത്ത വാക്ക് ഞങ്ങൾ പാലിച്ചു. എൻ്റെ സിനിമയിലൂടെ, ഞങ്ങളുടെ സിനിമയിലൂടെ, നമ്മുടെ സിനിമയിലൂടെ 150ഓളം പേർക്ക് ഞങ്ങൾ അവസരം കൊടുക്കാൻ സാധിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരൊന്നും വെറുതെ മുഖം കാണിച്ച് പോവുകയല്ല ചെയ്തത്. എന്തെങ്കിലുമൊക്കെ മുദ്ര കുത്തി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സിനിമയുടെ വിജയത്തിന് ഒരു പ്രൊഡ്യൂസറിന് എത്രത്തോളം പങ്കുണ്ടെന്നാണ് വിചാരിക്കുന്നത്? വളരെ യഥാർത്ഥത്തിൽ സിനിമ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ സിനിമ ഉണ്ടാവുക. യഥാർത്ഥം എൻ്റെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടായിരുന്നു. വളരെ അദ്ദേഹം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ മാനസികമായിട്ടും എല്ലാം കൊണ്ടും അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു. മെയിനായിട്ട് മാനസികമായാണ് വേണ്ടത്. അദ്ദേഹം ഇന്ന് ഈ നിമിഷം വരെ അർത്ഥത്തിൽ കൂടെ കട്ടക്കുണ്ട്. അത് മാത്രമേ അതേ ടീമും അതൊക്കെ തന്നെ നമ്മുടെ സിനിമയ്ക്ക്, അതൊക്കെ ഈ സിനിമയുടെ 30-ാം തീയതി അതിൻ്റെ ഒരു വിഷ്വലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിനിമ റിലീസാകാൻ പോവാണ്. ഏറ്റവും ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്തായിരുന്നു ഇതുവരെ? ചലഞ്ച് അത് കുറെ പറയാനാവറില്ല. സിനിമ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലയിൽ നമ്മൾ കൈകാര്യം ചെയ്ത ഒരാൾ നിലയ്ക്ക് ഒരുപാട് ചലഞ്ചിങ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. അതൊന്നും പറഞ്ഞ് ഞാനങ്ങനെ അതൊക്കെ പറയുന്നത് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിനൊക്കെ. അതൊക്കെ അതാണ് തീർച്ചയായിട്ടും. പക്ഷെ അതൊക്കെ ഞാൻ എന്ത് കഷ്ടപ്പാടാണെങ്കിൽ ശരി, ഒക്കെ ചാലഞ്ച് ആണെങ്കിൽ ശരി, അത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ നിമിഷം വരെ നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഡെഡിക്കേഷനും ഈ സിനിമയിൽ കാണാനുണ്ടാവും. ഇതിൽ ഒരുപാട് സീനിയർ ആക്ടേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ സീനിയർ ആയിട്ടുള്ളവരോട് വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ പിന്നെ വിനോദേട്ടൻ, വിനോദ് ഗോപുര്, ശിവജി ഗുരുവായൂർ, അങ്ങനെയൊക്കെ വലിയ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങളാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ വന്നിരുന്ന് ഒരു വർക്ക് ചെയ്യുന്ന ഫീലായിരുന്നു. അവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ ആദ്യ സിനിമ എന്ന സംവിധായകൻ എന്നതിനേക്കാളപ്പുറം അവരെൻ്റെ ഒരു സഹോദരൻ പോലെ അവരൊക്കെ ചേർത്തിക്കൊണ്ട് നിന്നു. ടിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരുന്നു? ടിപ്സൊക്കെ തന്നു. വിനോദേട്ടനാണെങ്കിൽ തന്നെ, ശിവജിക്കാണെങ്കിൽ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കും. നമുക്ക് സിനിമക്ക് ഗുണകരമാവുന്ന ടിപ്സ് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ സിനിമ ടോട്ടലി ഒരു കുടുംബത്തിൻ്റെ, ഞങ്ങളെ കുടുംബത്തിൻ്റെ ടീമിൻ്റെ മനോഹരമായ ഒരു കഠിനാധ്വാനത്തിൻ്റെ സിനിമയാണ്. ഇപ്പോഴത്തെ ഒരു മലയാള സിനിമ ട്രെൻഡ് വെച്ച് എങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയുടെ ഒരു നോക്കുകയാണെങ്കിൽ? ഇതൊരു ന്യൂജൻ പടമോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇത് എല്ലാ പ്രേക്ഷകർക്കും, എല്ലാവർക്കും, ന്യൂജനാവട്ടെ പഴയ തലമുറക്കാവട്ടെ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന യൂത്തിന്, പിള്ളേർക്ക്, അതേപോലെ ചെറിയ പിള്ളേർക്ക്, മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാക്കേജ് സിനിമയായിരിക്കും.